തക്കാളി കിട്ടിയിട്ടുണ്ട്. ഇതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാതിരിക്കുകയായിരുന്നു. ഒരുപാട് പന്തലുണ്ടായിരുന്നു. അത് കുറച്ചൊക്കെ അയൽക്കത്തുള്ള ആൾക്കാർക്കൊക്കെ കൊടുത്തു. പിന്നെ എന്നാ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് അതുകൊണ്ടൊരു സോസ് ഉണ്ടാക്കാമെന്നൊരു ഐഡിയ മനസ്സിലോട്ട് വന്നാൽ നമുക്ക് ഈ മണിത്തക്കാളി വെച്ചൊരു സോസ് ഉണ്ടാക്കി നോക്കാം. തക്കാളി ഞെട്ടെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് കുരുമുളക്, ഗ്രാമ്പൂ, കറുവപ്പട്ട, മുളക്. ഇത്രയും ഐറ്റംസാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒരു കുക്കറിനകത്തേക്കൊന്ന് ഇട്ട് വെള്ളമൊന്നും ആഡ് ചെയ്യാതെ ഒറ്റ വിസിലടിച്ചെടുക്കാം. എന്തുണ്ടാവും, വിസിലടിച്ച് വാങ്ങിയപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിനകത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്ത ഈ ജ്യൂസ് നമ്മൾ അരിപ്പയിൽ ഒഴിച്ച് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ പാത്രം അടുപ്പത്ത് വെച്ച് പാത്രത്തിലൊഴിച്ച് തിളയ്ക്കാൻ തുടങ്ങുമ്പോഴത്തേന് ഇതുപോലെ 2 ബീറ്റ്റൂട്ടിൻ്റെ കഷ്ണം ഞാൻ ആഡ് ചെയ്തു. ബീറ്റ്റൂട്ട് ആഡ് ചെയ്തെന്നോർത്ത് ടേസ്റ്റിനോ സ്മെല്ലിനോ ഒന്നും വ്യത്യാസമൊന്നും വരുന്നില്ല. നമുക്ക് ആവശ്യത്തിന് കളറായി കഴിയുമ്പോഴത്തേനും നമുക്ക് ഈ ബീറ്റ്റൂട്ടിൻ്റെ കഷ്ണം മാറ്റി കളയാവുന്നതാണ്. കൂടുതൽ കളർ വേണമെങ്കിൽ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതുമാണ്. ആവശ്യത്തിന് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. കൊച്ചു കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ ഇതുപോലെ സോസ് ഉണ്ടാക്കുക കേട്ടോ നല്ലത്. നമ്മൾ മേടിക്കുന്ന സോസ് ചിലപ്പോൾ ചെയ്യുന്നതാണ് കളി അതൊക്കെ ചേർത്തുണ്ടാക്കുന്നതായിരിക്കും. ഇതുണ്ടല്ലോ നല്ല വൃത്തിയുള്ള പാത്രത്തിലൂടെ അങ്ങ് എടുത്ത് വെച്ചാൽ ഇരുന്നോളൂടെ. അപ്പോൾ ശരി, നമ്മുടെ സോസ് ഇവിടെ റെഡി ഫോർ സെർവ്. നല്ല ക്ലീനാക്കി ഉണക്കി വെച്ച ടിന്നിനകത്താണ് വെച്ചിരിക്കുന്നത്. എൻ്റെ കൊച്ചിന് ഞാനിന്ന് ബ്രെഡ് പൊരിച്ചെടുത്തേക്കുന്നത് കേട്ടോ. ദോശക്കല്ല് വെച്ച് ഞാനുണ്ടാക്കിയ നെയ്യ് ഉപയോഗിച്ച് പൊരിച്ചെടുത്തേക്കുന്നതാണ്. എന്നിട്ട് സോസ് ഉപയോഗിച്ച് ഒന്ന് കഴിച്ച് നോക്കാം എങ്ങനെയാണ്, സെറ്റ് ആണോ എന്ന്. നല്ല ടേസ്റ്റാണ് കേട്ടോ, ഒന്നും പറയാനില്ല.